അടുത്ത നവംബറിൽ നടക്കുന്ന ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിനുള്ള പ്രസാധക രജിസ്ട്രേഷൻ ആരംഭിച്ചു. 1400ഓളം പ്രസാധകർ ഇത്തവണ മേളയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. 12 ദിവസം നീണ്ടു നിൽക്കുന്ന പുസ്തകോത്സവത്തിന് നവംബർ 4-ന് തുടക്കമാകും. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകോത്സവങ്ങളിൽ ഒന്നായ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് കൂടുതൽ പ്രസാധകരെയും എഴുത്തുകാരെയും എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകരായ ഷാർജ ബുക്ക് അതോറിറ്റി. അതിഥി രാജ്യമായ ഒമാനിൽ നിന്നും കൂടുതൽ പ്രസാധകരും എഴുത്തുകാരും ഉണ്ടാകും. ഒമാന്റെ സാംസ്കാരിക പൈതൃകം വ്യക്തമാക്കുന്ന പരിപാടികളും മേളയുടെ ഭാഗമാകും. നവംബർ 4 മുതൽ 15 വരെയുള്ള 12 ദിവസം ഷാർജ എക്സ്പോ സെന്ററിലാണ് 45ാമത് പുസ്തകോത്സവം നടക്കുക. ഇന്ത്യയിൽ നിന്നടക്കം 1400 പ്രസാധകർ കഴിഞ്ഞ തവണ മേളയ്ക്ക് എത്തിയിരുന്നു. ഇത്തവണ കൂടുതൽ പ്രസാധകരും പുസ്തകങ്ങളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പ്രസാധകർക്കായുള്ള രജിസ്ട്രേഷൻ നടപടികൾക്ക് ഷാർജ ബുക്ക് അതോറിറ്റി തുടക്കം കുറിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രമുഖ എഴുത്തുകാർ, പ്രസാധകർ, കലാരംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ മേളയ്ക്കെത്തും. പാനൽ ചർച്ചകൾ, പ്രഭാഷണങ്ങൾ, ശില്പശാലകൾ തുടങ്ങിയവ കൊണ്ട് സമ്പന്നമാകും പുസ്തകോത്സവത്തിലെ ഓരോ ദിവസവും. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മിയുടെ രക്ഷാകർതൃത്വത്തിലാണ് പുസ്തകമേള നടക്കുക. പുസ്തകോത്സവത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കും. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഏപ്രിലിൽ നടക്കേണ്ടിയിരുന്ന കുട്ടികളുടെ വായനോത്സവം ഇത്തവണ ഉണ്ടായിരുന്നില്ല. മാതൃഭൂമി ന്യൂസ്, ഷാർജ.